Hi friends, welcome back to my channel. ഇന്ന് ഒരു ഈസി ജിലേബി ഉണ്ടാക്കാം. നമ്മൾ ഉഴുന്ന് കുതിർത്തരച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജിലേബി ഉണ്ടാക്കും. അതിന് ജിലേബി എന്നും ജാഗിരി എന്നൊക്കെ പറയും. ആ ജിലേബി അല്ല ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് ക്രിസ്പിയായ നോർത്ത് ഇന്ത്യയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റ് സ്റ്റൈൽ ജിലേബിയാണ്. വെറും 20 മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കണം. നല്ല ക്രിസ്പി ആവാനായിട്ടാണ് കോൺഫ്ലോർ ചേർക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ തൈര് വേണം. നോർമൽ പുളിയുള്ള തൈര് എടുത്താൽ മതി. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ലെമൺ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. ഇതിന് നല്ലൊരു ബ്രൈറ്റ് യെല്ലോ കളർ ഉണ്ടാകും. നിങ്ങൾക്കിപ്പോൾ ആർട്ടിഫിഷ്യൽ കളർ ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഒരു 1/2 കപ്പ് വെള്ളവും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടിയാണ് ആകെ ചേർത്തിട്ടുള്ളത്. കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ മാവ് ഇതുപോലെ ഫ്രീ ആയിട്ട് വീഴുന്ന രീതിയിലാണ് വേണ്ടത്. ദോശമാവിനേക്കാളും ഒരല്പം തിക്കായിട്ടുള്ള രീതിയിൽ മാവ് ഉണ്ടാക്കണം. റെഡി ആയാൽ നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് ജിലേബിക്കുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര എടുക്കണം. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തിളപ്പിച്ച് പഞ്ചസാര അലിയാനായിട്ട് വെക്കണം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് പരന്ന പാത്രത്തിൽ ഉണ്ടാക്കിയാൽ മതി. ഇത്ര വലുതെടുക്കണ്ട. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് തിളച്ച് തുടങ്ങുമ്പോൾ 3 ചെറിയ ഏലക്കായ ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്കായയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് മൈദയിലേക്ക് കളർ ചേർക്കാതെ വേണമെങ്കിൽ ഷുഗർ സിറപ്പിൽ കളർ ചേർത്തിട്ട് ഉണ്ടാക്കാം. ഇതൊന്ന് തിളച്ച് കുറുകി വരണം. നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ചെറുനാരങ്ങാ നീര് ചേർക്കാനുണ്ട്. ഒരു അര നൂൽ പരുവാകുമ്പോഴാണ് ചെറുനാരങ്ങാ നീര് ചേർക്കേണ്ടത്. ഈ സിറപ്പ് കയ്യിലേക്ക് എടുത്ത് ഒട്ടിക്കുമ്പോൾ ഒരു നൂല് പോലെ വലിഞ്ഞു വരുന്നതാണ് 1 നൂൽ പരുവം. അത്രയും ആവാനായിട്ട് നിൽക്കണ്ട. അതുകൊണ്ടാണ് അര നൂൽ പരുവെന്ന് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് ഒട്ടി തുടങ്ങുമ്പോൾ തന്നെ 2 ടീസ്പൂൺ ചെറുനാരങ്ങാ നീര് ചേർത്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുക്കുമ്പോൾ പഞ്ചസാര ക്രിസ്റ്റൽ ആവാതിരിക്കാനാണ് ചെറുനാരങ്ങാ നീര് ചേർക്കുന്നത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ മാവ് ഇങ്ങനെ ഫ്രീ ആയിട്ട് വീഴുന്ന രീതിയിലാണ് വേണ്ടത്. ജിലേബി ഉണ്ടാക്കാനായിട്ട് ഇതൊരു സോസ് ബോട്ടിലേക്ക് ഒഴിക്കാം. ഇതുപോലെ ചെറിയ ഹോളുള്ള ഏത് ബോട്ടിലും എടുക്കാം. നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗിൽ നിറച്ച് സൈഡ് കട്ട് ചെയ്തിട്ട് എടുക്കാം. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ മൂടിയിൽ ചെറിയ ഹോള് വെച്ച് യൂസ് ചെയ്യാം. ഏത് രീതിയിലും എടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള എണ്ണയ്ക്ക് ചൂട് കുറവാണെങ്കിൽ ജിലേബി അടിയിലേക്ക് താണു നിന്ന് ഫ്ലാറ്റ് ഷേപ്പിലായി പോകും. കറക്റ്റ് പൊരിഞ്ഞു വരില്ല. അപ്പോൾ എണ്ണ മീഡിയം ചൂടിലാവാനായിട്ട് ശ്രദ്ധിക്കണം. എണ്ണയിലേക്ക് ഇങ്ങനെ റൗണ്ടിൽ ചുറ്റിച്ചെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ മറിച്ചിട്ട് 2 സൈഡും ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. കളറ് മാറി ബ്രൗൺ ആവാനായിട്ട് നിൽക്കരുത്. ഇങ്ങനെ ഫ്രൈ ആയ ജിലേബി ഉടനെ തന്നെ ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇടണം. ഷുഗർ സിറപ്പിലും ഇത് അധിക നേരം വയ്ക്കരുത്. ഒരു 30 സെക്കൻഡ് വെച്ചാൽ മതി. ഒന്ന് കുതിരുമ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കണം. ഇങ്ങനെ ഫ്രൈ ചെയ്ത ഉടനെ പഞ്ചസാര പാനിയിലേക്ക് മാറ്റി അടുത്ത ബാച്ച് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. എല്ലാ ജിലേബിയും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഷുഗർ സിറപ്പിൽ നിന്ന് മാറ്റിയിട്ട് നേരെ പ്ലേറ്റിലേക്ക് എടുക്കണ്ട. ആദ്യം ഒരു അരിപ്പയിലേക്ക് ഇട്ടാൽ മതി. എന്നിട്ട് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. പുറമെ ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഈ ജിലേബി ചെറിയ ചൂടോടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നമുക്കിനി പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്